ഗൈസ്, ഇത്തവണ ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോഴുള്ള ചില ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇതിലേക്ക്. ഈ വീഡിയോ ഞാൻ മെയിനായിട്ടും എടുത്തത് ജർമ്മനിയിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണിക്കാനാണ്. ഇതാ മമ്മിയും ഡാഡി അടുക്കള നിൽപ്പുണ്ട്, അവരെന്തോ കുക്കിങ്ങിലാണ്. ഇനി ഞാൻ പുറത്തേക്ക് പോവാണ് കേട്ടോ. ഈ പുറത്ത് ഒരു റൂം കാണാം, അത് പൂച്ചകളുടെ വീടാണ്. ഇവിടെ കുറച്ച് വൈൽഡ് ക്യാറ്റ്സ് ഉണ്ട്. ദേ മമ്മി മുറ്റത്ത് നിൽക്കുന്നു, ഫോട്ടോ എടുത്ത് വേണം പോലും. ഞാൻ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് ഞാനും മമ്മിയും കൂടെ കാറിൽ കയറി ബന്ധു വീടുകളിൽ പോവുകയാണ്. അവിടെ ചെന്ന് ബന്ധുക്കളെ കാണണ്ടേ വർഷത്തിലൊരിക്കൽ വരുമ്പോൾ. ഇതെൻ്റെ ഒരു ബ്രദറാണ് കേട്ടോ. അവൻ കുറച്ച് മാലകൾ ഉണ്ടാക്കിയതാണ് ഇത്. അവൻ മാലകൾ മാത്രമല്ല, അവൻ പുലിയാണ്. അവൻ ഫിലിമിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അവൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ടി വിയിൽ, അത് കണ്ടാൽ മനസ്സിലാകും. എന്തായാലും അവൻ്റെ കയ്യിൽ നിന്നൊരു മാല എനിക്ക് കിട്ടി. പിന്നെ ഇത് ഞങ്ങളുടെ തറവാട്. ഇത് ഇങ്ങനത്തെ വീടുകളിപ്പം പൊതുവേ ഇല്ല. ഇത് എൻ്റെ ഡാഡിയും സഹോദരങ്ങൾ 10 പേര് ഒക്കെ താമസിച്ച വീടാണിത്. ഞാനും 5 വയസ്സ് വരെ ഈ വീട്ടിലായിരുന്നു. ദാ ഒരു പട്ടിക്കുട്ടൻ നടന്നു വരുന്ന കണ്ടോ. ഈ വീടൊരു 10-20 ഏക്കർ സ്ഥലത്തിന് നടുക്കാണ് ഇരിക്കുന്നത്. ഇതിന് ചുറ്റും ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും കിട്ടും, അത്രത്തോളം മരങ്ങളും എല്ലാം ഉണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു ആൻറ്റിയാണ്. കഴിഞ്ഞ വർഷം ക്യാൻസർ വന്ന് മരിച്ചുപോയി. ഇനി ഞാൻ യാത്രകളിലെല്ലാം ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. എവിടെ ചെന്നാലും എനിക്ക് ഫുഡ് കഴിക്കണം. ഇപ്പം ഞാൻ ബിരിയാണി വെട്ടി വിഴുങ്ങുകയാണ്. എൻ്റെ അടുത്ത് ഫലൂഡയാണ് ഇരിക്കുന്നത്. ഈ ഫലൂഡ എന്ന് പറയുന്ന സാധനം എന്തൊരു ടേസ്റ്റല്ലേ. നമുക്ക് ഈ പുറം രാജ്യങ്ങളിലൊന്നും ഇത് കിട്ടില്ല കേട്ടോ. എന്താ അവിടേക്ക് ഇത് ഉണ്ടാക്കിയാൽ? ദേ എൻ്റെ പുഴ, എൻ്റെ കുഞ്ഞിപ്പുഴ. ഈ കുഞ്ഞിപ്പുഴയിൽ പോകാത്ത ദിവസങ്ങളില്ല. ഇതെനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സ്വാതന്ത്ര്യം മറ്റൊരു രാജ്യത്തും കിട്ടില്ല. നമ്മുടെ വീടിനടുത്ത് പുഴയിൽ പോയി ചാടി നീരാടുക, അതൊരു സ്വപ്ന തുല്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഞാൻ എല്ലാ ദിവസവും ഇവിടെ പോകും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കും. ഈ കാണ്ടാമൃഗമൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പോലെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പണ്ട് ഞാനിവിടെ പോയി ഇരിക്കുമായിരുന്നു. ഇപ്പം വെള്ളം കുറവാണ്. വെള്ളം കൂടുതലുള്ളപ്പം നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ അല്ലെങ്കിൽ വെള്ളമില്ലാത്തപ്പോൾ കുളിമുറിയിൽ. ദാ വീണ്ടും ക്രിസ്മസ് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ബ്രോഡ്വേ ആണിത്. നമ്മുടെ കൊച്ചിയിലുള്ള ബ്രോഡ്വേയിലാണ്. അപ്പം അവിടെ രാത്രി സമയത്താണ്, എന്തൊരു തിരക്കാണ് അവിടെ. സൂചി കുത്താൻ സ്ഥലമില്ലാത്ത പോലത്തെ തിരക്കാണ് അവിടെ. അവിടെ സ്റ്റാർസ്, ലൈറ്റ്, അങ്ങനെ എന്ത് വേണോ അതെല്ലാം കിട്ടും. ഈ ബൾബുകളൊക്കെ ഉണ്ടോ. പിന്നെ ഈ തൂക്കിയിടുന്ന ഉണ്ട സാധനം നല്ല രസമല്ലേ കാണാൻ ഇതൊക്കെ. പിന്നെ ക്രിസ്മസ് പപ്പയുണ്ട്. ഞാൻ ക്രിസ്മസ് പപ്പയുടെ തൊപ്പി വാങ്ങി. പിന്നെ ക്രിസ്മസ് പപ്പയുടെ മുഖംമൂടിയും. ഇതാ ഞാനിപ്പോൾ ലുലു മാളിലാണ്. ലുലു മാളിനകത്തെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റാണിത്. വെറുതെ കയറിയതാണ്. നല്ല രസമല്ലേ അതിലൂടെ നടക്കാനായിട്ട്. ചുമ്മാ കാണാമല്ലോ എന്നൊക്കെ ഓർത്ത് കയറിയതാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ലേ അവിടെ ഉള്ളത്. അപ്പം പിന്നെ നമുക്കവിടെ പോയി വാങ്ങിച്ച് ചുമന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ്. ഈ സാധനങ്ങളൊക്കെ ഈ വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എല്ലായിടത്ത് കളയേണ്ടി വരുമോ എന്നാണ് എനിക്ക് സംശയം. ദേ മീൻ ഇരിക്കുന്നു. മീൻ ദാ അലങ്കാര മത്സ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ. അതും അവിടെ നിന്ന് വാങ്ങിക്കാം. അവിടെ കിട്ടില്ലാത്ത ഒന്നുമില്ല, എന്ത് വേണേലും കിട്ടും. അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. പിന്നെ ഞാനിപ്പോൾ നിങ്ങളെ വീടിനടുത്തുള്ള പറമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഈ പറമ്പിൽ ഒരുപാട് വാഴയുണ്ട്. വാഴത്തോട്ടമാണ് ഇതൊക്കെ. നമ്മളിഷ്ടമുള്ള വാഴപ്പഴമൊക്കെ എടുത്തിട്ട് ബാക്കി കടയിലേക്ക് കൊടുത്തേക്കും. പിന്നെ കൈതച്ചക്ക. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പറമ്പിൽ കൂടെ നടക്കുക ഒരു ബഹു രസമായിട്ടുള്ള കാര്യമാണ്. ഇതിന് ജർമ്മൻ ഭാഷയിൽ മുസ്കാറ്റ് നുസ് എന്നാണ് കേട്ടോ പറയുന്നത്. ദേ പപ്പായ നിൽക്കുന്നു, നമ്മുടെ പപ്പായ. ഈ പപ്പായയ്ക്ക് എത്രമാത്രം വില കൊടുക്കണമെന്നറിയാവോ? ഒരു 400-500 രൂപയെങ്കിലും ഈ ഒരു കപ്പളങ്ങ മേടിക്കാനായിട്ട് കൊടുക്കണം. എൻ്റെ പട്ടി മേടിക്കും ജർമ്മനിയിൽ നിന്ന് കപ്പളങ്ങ. നിൽക്കുന്നു കപ്പയൊക്കെ ഇവിടെ വന്നിട്ട് വേണം കഴിക്കാനായിട്ട് എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും മിക്കവാറും പല വിദേശത്തുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. കോവയ്ക്ക നിൽക്കുന്നു, നമ്മുടെ കോവയ്ക്ക നമുക്കിവിടെ കിട്ടുള്ളൂ. യൂറോപ്പിലൊന്നും ഇത് കണി കാണാൻ പോലും കിട്ടില്ല. യൂറോപ്പിൽ കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്, നമുക്കിവിടെ കിട്ടില്ലത്. കോൾറാബി അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ. ഈ ബ്രോക്കോളിയൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും ഈ തൊടുപുഴയൊന്നും അതൊന്നും കിട്ടാനില്ല കേട്ടോ. ഈ കോവയ്ക്ക ഇങ്ങനെ പച്ചക്കൊക്കെ തിന്നാനായിട്ട് രസമല്ലേ. ഇങ്ങനെ പറമ്പിലൂടെ നടക്കാനൊക്കെ എപ്പോഴും നല്ല കാലാവസ്ഥയൊക്കെ നമ്മുടെ ഇവിടെ മാത്രം ഉള്ളൊരു പ്രത്യേകതയല്ലേ. ചിലി ഇല്ലാതെ എന്ത് കറി. ചിലി ഇട്ടല്ലേ നമ്മളെല്ലാ കറികളും ഉണ്ടാക്കുന്നേ. അതില്ലാതെ ഒരു രാജ്യത്തും പറ്റില്ല.
മഞ്ഞൾ നിൽക്കുന്നു, മഞ്ഞൾപ്പൊടി, മഞ്ഞളൊക്കെ വീട്ടിൽ കിട്ടും. പിന്നെ പേരയ്ക്ക, പേരമരമാണ് കേട്ടോ, നട്ടു വെച്ചിട്ടേ ഉള്ളൂ. ഒറ്റ പേരയ്ക്ക ഉണ്ടായിട്ടുള്ളൂ, അത് പഴുത്ത് തിന്നിട്ട് വേണം എനിക്ക് പോകാൻ. നെല്ലിക്ക നിൽക്കുന്നു, നെല്ലിമരം നിറച്ച് നെല്ലിയായിരുന്നു ഗൈസ്. നമ്മുടെ അയൽക്കാരൊക്കെ നെല്ലിക്ക പറിക്കാൻ വരും. ഞാനും കുറേ പറിച്ച് അത് ഉപ്പിലിട്ടു. മാങ്ങ, മാംഗോ, ലിച്ചി എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ അതിൻ്റെ പേരെന്തായിരുന്നു, ഇതാ നാരങ്ങാമരം, ലൈമിൻ്റെ മരം. അപ്പോൾ ഈ ലൈം നമ്മളിവിടെ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം 4 ലൈമിൻ്റെ മരമുണ്ട് ഇവിടെ. അതിൽ നിന്നൊക്കെ ഒരുപാട് ലൈം കിട്ടും. പിന്നെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കാപ്പി മരത്തിനടുത്തേക്കാണ്. ഈ കാപ്പി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. രാവിലെ കാപ്പി കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്കൊരു മൂഡുണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം കാപ്പി മരത്തിൽ നിന്ന് കാപ്പി ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കുടിക്കാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് എന്താ അല്ലേ. തെങ്ങ് നിൽക്കുന്ന തെങ്ങ്. ഈ തെങ്ങെന്ന് പറയുന്ന സാധനമൊക്കെ പണ്ട് കാണുമ്പോൾ ഒരു അത്ഭുതവും ഇല്ലായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ തെങ്ങൊക്കെ എന്തൊരു രസമാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നിറച്ച് തേങ്ങ നിൽക്കുന്നത് കണ്ടോ. പിന്നെ എൻ്റെ മമ്മിയുടെ റോസാപ്പൂ ചെടികളുടെ ഒരു ഗാർഡനാണത്. പിന്നെ ഇഞ്ചി കണ്ടോ നിൽക്കുന്നത്. ഇഞ്ചി ഇങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് നമുക്ക് കൃഷി ചെയ്ത സാധനം ഉപയോഗിക്കാമല്ലോ. ചക്കയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പഴമെന്ന് തോന്നുന്നു. അതൊന്നും അവിടെ കിട്ടില്ല. എന്തായാലും ഇത്തവണ പോകുമ്പോൾ ഒരു ചക്കയായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ കൊണ്ട് ചക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. കാരണം ഈ ചക്ക എന്ന് പറയുന്നത് അത്ര ടേസ്റ്റിയാണ്, എന്തൊരു നല്ലൊരു പഴമാണ്. അതവിടെയും ഒന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇത് മാങ്ങ. ഇനി അടുത്തതായിട്ട് കുരുമുളക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലാക്ക് പെപ്പർ, അത് എവിടെ വേണമെങ്കിലും കിട്ടും. പച്ചയായിട്ട് പറിച്ചെടുത്ത് കഴിക്കണമെങ്കിൽ നമുക്കിവിടെ പറ്റുള്ളൂ. ഇതാ ഞാൻ പറമ്പിൽ മരത്തിന് മുകളിലേക്കൊക്കെ വീഡിയോ കൊണ്ടുപോവുകയാണ്. പിന്നെ ഇതാ വാഴപ്പഴം ഇവിടെ സുലഭമാണ്, എപ്പോഴും വാഴപ്പഴമുണ്ട്. മുരിങ്ങയില ഒരു സംഭവമാണ് കേട്ടോ. ഈ മുരിങ്ങയില എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള ആളുകൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉണക്കിയെടുത്ത് പൊടിച്ചിട്ട് മുരിങ്ങയില ടീയൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. മമ്മിയും ഡാഡി അവിടെ അടുക്കളയിൽ എന്തോ പണികളിലാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇവർ കുക്കിംഗ് തന്നെയാണ്. ഞാൻ തനിയെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ ബസ്സിലായിരിക്കും യാത്ര ചെയ്യുന്നത്. മമ്മിയുടെ ഡാഡിയുടെ കൂട്ടത്തിലാണെങ്കിൽ കാറിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ബസ്സിൽ കയറും. നല്ല രസമല്ലേ, ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഒക്കെയാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് നമുക്കെപ്പോഴും ഇവിടെ, പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ നല്ല ക്ലൈമറ്റ് അല്ലേ, അപ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യാൻ നല്ല രസമാണ്. പണ്ടത്തെ സ്കൂളിലൊക്കെ പഠിച്ച പോലത്തെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ദോശ എന്ന് പറയുന്നൊരു സാധനം, അത് ലോകത്ത് എവിടെ ചെന്നാലും കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ദോശ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശത്തുനിന്ന് നാട്ടിൽ വരുന്നവരൊക്കെ എന്നെപ്പോലെ തന്നെയായിരിക്കും. മെയിനായിട്ടും എപ്പോഴും ഫുഡ് തേടി നടക്കും. കാരണം നമ്മൾ പണ്ട് കഴിച്ച ഫുഡെല്ലാം ഇപ്പം ഞാൻ കഴിക്കുന്നതെന്ന് കണ്ടു നോക്കി എനിക്കൊരു ആക്രാന്തമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ പൂരി കഴിക്കുന്നു, ദോശ കഴിക്കുന്നു, പൊറോട്ട കഴിക്കുന്നു, എല്ലാം ഒരുമിച്ച് കഴിക്കുകയാണ് കേട്ടോ. തേങ്ങ വഴിയരികിൽ നിന്നും തേങ്ങ വാങ്ങിച്ച് അതിനുള്ളിലെ സാധനം ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ കുഞ്ഞിപ്പട്ടി നടക്കുന്നു. ഇവള് ഭയങ്കര കുരയായിരുന്നു വന്നപ്പം, പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇണങ്ങി. ഇത് ആത്തമരമാണ് കേട്ടോ. ഈ ആത്തപ്പഴം പഴുത്ത് തിന്നിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പഴുപ്പുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആത്തപ്പഴമൊക്കെ തിന്ന കാലം മറന്നു. വാഴക്കൊലയുടെ അടിയിൽ നിന്ന് ഞാൻ പോസ് ചെയ്യുകയാണ്. മീൻ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഗൈസ്. ജർമ്മനിയിൽ മീൻ കിട്ടും, പക്ഷേ ഇതുപോലെ ഇത്രയും വെറൈറ്റി ഫിഷൊന്നും ഇല്ല കേട്ടോ. അപ്പം മീൻ കഴിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം. ഞാൻ എന്തായാലും ഇവിടെ ഉള്ള അത്രയും ഡേയ്സിൽ എല്ലാ ദിവസവും മീൻ കഴിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ പഠിച്ച കോളേജാണ് അടുത്തതായിട്ട് വരുന്നത്. ഇത് സെൻറ്റ് ജോസഫ്സ് കോളേജ് മൂലമറ്റമാണ്. ഇവിടെയാണ് ഞാൻ ബാച്ചിലർ ഫിസിക്സ് പഠിച്ചത്. ഇനി മാസ്റ്റർ ഫിസിക്സ് പഠിച്ചത് പാലാ സെൻറ്റ് തോമസിലാണ്. ഇവിടെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോളേജ് എന്ന് പറയുന്നത് ഈ ബാച്ചിലർ പഠിച്ച സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം എന്ത് രസമാണെന്നറിയാമോ, എല്ലാ ദിവസവും കോളേജ്, ഞാനിനി ഹർത്താലാണെങ്കിൽ പോലും കോളേജിൽ പോകുമായിരുന്നു. കാരണം അത്ര രസമായിരുന്നു. ഇവിടെ ഫ്രണ്ട്സിനൊപ്പം അടിച്ച് പൊളിച്ച സ്ഥലമാണ് കേട്ടോ. ഡാൻസും ഡ്രാമയും കവിതയും സ്പോർട്സും എന്ത് രസമായിരുന്നു. എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മീൻ, ഇത്തവണ മീൻ കുറവാണ്. ചുവന്ന ഒരു മീൻ അതിൽ നടപ്പുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഫിഷ് പിടിക്കുക വറുക്കുക ഇതായിരുന്നു എൻ്റെ ഹോബി. 2 പൂച്ചകൾ വരുന്നു, കാട്ടുപൂച്ചകൾ. അടുത്ത വീട്ടിൽ പോയിട്ട് വരികയാണ്. കണ്ടോ, വരവ് കണ്ടോ. പൂച്ചകൾ മാത്രമല്ല, നമ്മളും അയൽ വീടുകൾ വിസിറ്റ് ചെയ്യാറുണ്ട്. മമ്മി പാത്രത്തിൽ എന്തൊക്കെയോ ഫുഡുമായിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ അടുത്ത വീട്ടിൽ ഷീല ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ ഷീല ചേച്ചി വന്നത് വാങ്ങിക്കുകയാണ്. ഷീല ചേച്ചിയും ഫാമിലിയും ഞാൻ വരുമ്പോൾ എപ്പോഴും എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തരും. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ അയൽക്കാർ എന്ന് പറയുന്നത്. ഇനി ഞാൻ മമ്മിയും ക്രിസ്മസിന് പാടാനുള്ള ഒരു പാട്ടാണ് കേട്ടോ. മമ്മി ഇപ്പം പാട്ടുകാരിയായിട്ടുണ്ട്. അപ്പോൾ മമ്മി പാടി പഠിക്കുകയാണ്. കൂടത്തിൽ